ഹലോ ഫ്രണ്ട്സ്, വൈറ്റ് ബോർഡ് സ്റ്റോറിലേക്ക് സ്വാഗതം. നമ്മൾ പോകുന്നത് അവതാർ ഫയർ ആൻഡ് ആഷ് എന്ന പുതിയ ഇംഗ്ലീഷ് സിനിമയിലേക്കാണ്. അവതാർ സീരീസിലെ മൂന്നാമത്തെ സിനിമയാണ് അവതാർ ആഷ് ആൻഡ് ഫയർ. വലിയ എക്സ്പെക്ടേഷൻ കൊണ്ടാണ് സിനിമ ഇപ്പം തിയേറ്ററിൽ വന്നിരിക്കുന്നത്. ഈ സിനിമയുടെ ഒരു വൺ ലൈനിലേക്ക് നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ തന്നെ പാൻഡോറ എന്ന് പറയുന്ന ഒരു ഗ്രഹത്തിൽ നടക്കുന്ന കഥ. ജാക്ക് സള്ളിയും കുടുംബവും രണ്ടാമത്തെ ഭാഗത്തിൻ്റെ അവസാനം മെറ്റ്കൈന എന്ന് പറയുന്ന ഒരു ട്രൈബിൻ്റെ കൂടെ, ജലവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരു ട്രൈബിൻ്റെ കൂടെ അവർ സെറ്റിൽഡ് ആവുന്നു. ആ സമയത്ത് അവരെ അറ്റാക്ക് ചെയ്യാനായിട്ട് ഒരു ആഷ് പീപ്പിൾ, തീ കൊണ്ട് കളിക്കുന്ന വേറൊരു ട്രൈബ് വരുന്നു. അവർ വറാങ് എന്ന് പറയുന്ന ഒരു ലീഡറുടെ നേതൃത്വത്തിലാണ് വരുന്നത്. ഈ അറ്റാക്ക് ചെയ്യാൻ വരുന്ന ആൾക്കാർ ജനറൽ മൈൽസിനെയും കൂട്ടുപിടിച്ചാണ് വരുന്നത്. പിന്നീട് അവിടെ ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളാണ് ഈ സിനിമയുടെ ഇതിവൃത്തം എന്ന് പറഞ്ഞാൽ അവരെന്തിനാണ് വരുന്നത്, ആ ഒബ്ജക്റ്റീവ് അവർക്ക് നടത്താൻ പറ്റുന്നുണ്ടോ, ആ അവസാനം അവർക്ക് എന്ത് സംഭവിക്കും, ആര് ജയിക്കും എന്നൊക്കെയുള്ള രീതിയിലാണ് കഥ പറഞ്ഞിരിക്കുന്നത്. ഈ സിനിമ അവതാർ സിനിമ സീരീസിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ സ്പെഷ്യൽ എഫക്ട്സുകളിൽ കണ്ടിട്ടില്ല തരത്തിലുള്ള സ്പെഷ്യൽ എഫക്ട്സും വിഷ്വൽസുമാണ് ഈ സിനിമ സീരീസിലുള്ള ഏറ്റവും വലിയ പ്രത്യേകത. അത് അതിൻ്റെ എല്ലാ ഗ്രാൻഡോടുകൂടിയും ഈ മൂന്നാമത്തെ ഭാഗത്തിലും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ജെയിംസ് ക്യാമറൂണിൻ്റെ കംപ്ലീറ്റ്ലി വിഷണറി ആയിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവ്, ഡിറക്ഷനൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു സീൻ, ഒരു ഫ്രെയിം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ ഫ്രെയിമിൻ്റെ ഫോർഗ്രൗണ്ട് തൊട്ട് ബാക്ക്ഗ്രൗണ്ട് വരെയുള്ള എലമെൻറ്റ്സ്, ഒരേ ഡീറ്റെയിലിങ്, ചെറിയ സാധനങ്ങൾക്ക് പോലും കൊടുത്തിരിക്കുന്ന ഡീറ്റെയിലിംഗ് ഒക്കെ നമ്മൾ വളരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. സ്പെഷ്യൽ എഫക്ട്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അന്യായ സ്പെഷ്യൽ എഫക്ട്സ് ആണ്. ഈ സ്പെഷ്യൽ എഫക്ട്സിലൊക്കെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടേറിയ കാര്യമാണ് ചില സ്റ്റണ്ട് സീക്വൻസുകളൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് മൂവ് ചെയ്യുന്നു, പിന്നെ ഫോർഗ്രൗണ്ട് മൂവ് ചെയ്യുന്നു, ക്യാരക്ടേഴ്സ് മൂവ് ചെയ്യുന്നു, എന്ന് വെച്ചാൽ സീനിലുള്ള എല്ലാ സംഭവങ്ങളും മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയൊക്കെ സ്പെഷ്യൽ എഫക്ട്സ് ചെയ്യാൻ വളരെ പാടാണ്. ഇതിൻ്റെ ക്ലൈമാക്സ് സീക്വൻസ് ഏതാണ്ട് ഒരു 45 മിനിറ്റോളം ഉണ്ട്. ആ സീക്വൻസുകൾ കംപ്ലീറ്റ് ചെയ്താണ്ട് ഇങ്ങനത്തെ വിഷ്വൽസും കാര്യങ്ങളൊക്കെയാണ്. ഗംഭീരമായത് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. വാട്ടർ സീക്വൻസുകളൊക്കെ അടിപൊളിയാണ്. സോ ആ ഒരു ആംഗിളിൽ ഈ സിനിമ ഈ സീരീസിൽ ഏറ്റവും മികച്ചതാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കും, ഈ വിഷ്വൽസും സ്പെഷ്യൽ എഫക്ട്സിൻ്റെയൊക്കെ കാര്യത്തിൽ. പക്ഷെ സിനിമ വീക്കായി പോയത് സിനിമയുടെ ഒരു സ്ക്രിപ്റ്റും അതിൻ്റെ ഡയലോഗ്സിലുമാണ്. വളരെ ഓർഡിനറി ആയിട്ടുള്ള ഡയലോഗുകളാണ് സിനിമയിലുള്ളത്. അതായത് ക്യാരക്ടേഴ്സിനെ ഒരു റൂട്ട് ചെയ്തിട്ടൊരു ഒരു ലാർജർ സ്കെയിൽ കൊടുക്കുന്ന തരത്തിലുള്ള ഡയലോഗ്സ് വളരെയധികം മിസ്സിങ് ആണ്. അത് നമ്മൾ സെക്കൻഡ് പാർട്ട് കണ്ടിട്ട് തേർഡ് പാർട്ട് കാണുമ്പോൾ ഓക്കെ, ക്യാരക്ടേഴ്സ് എന്തുമാത്രം മാറിയിട്ടുണ്ട്, ആ ക്യാരക്ടറിൻ്റെ ഒരു ആർക്ക് എന്താണ്, അത്തരത്തിലുള്ള ആർക്കിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഡയലോഗ് അല്ലെങ്കിൽ ഒരു സ്ക്രീൻ പ്ലേ സിനിമയിൽ മിസ്സിങ് ആണ്. വളരെ തിന്നായിട്ടുള്ളൊരു സ്റ്റോറി ലൈനാണ്. ആ സ്റ്റോറി ലൈനിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വളരെ തിന്നായിട്ടുള്ള ഒരു സ്ക്രീൻ പ്ലേയും. അപ്പോൾ ഈ രണ്ട് ഭാഗങ്ങളും, അത് സ്ക്രീൻ പ്ലേ, സ്ക്രീൻ പ്ലേ, ഡയലോഗ് വളരെ വീക്കായിപ്പോയി. അത് ഈ ആദ്യത്തെ സീരീസിൽ നിന്നും രണ്ടാമത്തിൽ വന്നപ്പോൾ കുറച്ച് ഒന്ന് താഴോട്ടായിരുന്നു. മൂന്നാമത്തിൽ വന്നപ്പോൾ അത് വീണ്ടും ആ ബാർ ഗ്രാഫ് താഴോട്ട് പോകുന്ന പോലെ പോകുന്നു. എന്നാൽ വിഷ്വൽ എഫക്ട്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ ബാർ ഗ്രാഫ് ഒന്നിനേക്കാളും ബെറ്റർ ആയിരുന്നു, രണ്ടിനേക്കാളും ബെറ്ററാണ് 3. ആ ഒരു ആംഗിളിലാണ് ഈ പടം പോയിരിക്കുന്നത്. പക്ഷെ നമ്മൾ തിയേറ്ററിൽ കാശ് കൊടുത്ത് 10-200 അല്ലെങ്കിൽ 700 രൂപ ഐമാക്സിലൊക്കെ കൊടുത്ത് കയറി കണ്ടു കഴിഞ്ഞാൽ വെർത്താണോ എന്നുള്ള ചോദ്യത്തിന് 100% വെർത്താണ്. കാര്യം ഇതിൻ്റെ സ്പെഷ്യൽ എഫക്ട്സ് അതിനും മാത്രമുണ്ട്. ഒരു സിനിമ എന്നുള്ള നിലയിൽ ഒരു എബോ ആവറേജ് എക്സ്പീരിയൻസ് ആണ് പടം തരുന്നത്. പക്ഷേ ആ വിഷ്വൽസ് ഭയങ്കര വിഷ്വൽസാണ്. നമ്മൾ മറ്റൊരു സിനിമയിലും ഇത്തരത്തിലുള്ള സ്പെഷ്യൽ എഫക്ട്സോ അല്ലെങ്കിൽ ഒരു സിനിമ ഫീലോ നമുക്ക് കിട്ടില്ല. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ല, ക്ലൈമാക്സ് സൈഡിലുള്ള ഒരു 45 മിനിറ്റ്സ് എന്ന് വെച്ചാൽ ഗംഭീരമായിട്ടുള്ള സാധനമാണ്. പിന്നെ ഈ 3.25 മണിക്കൂറുണ്ട് പടം മൊത്തത്തിൽ. അപ്പോൾ അത് കുറച്ചൊരു ലതാർജിക്കാണ്. എന്ന് വെച്ചാൽ കുറച്ച് സമയം നമ്മൾ വിചാരിക്കും ഒന്ന് ഫാസ്റ്റ് പോയിരുന്നെങ്കിൽ എന്ന് വിചാരിക്കും. അപ്പോൾ ആ ഒരു ടൈറ്റായിട്ട് അതിനെ ഒന്ന് കൊണ്ടുവന്നിട്ട് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു പവർഫുൾ ആയിട്ടുള്ള സ്ക്രിപ്റ്റ് ആയിരുന്നെങ്കിൽ പടം ഒരു ഓൾ ടൈം ക്ലാസിക്കായി ഒരു പക്ഷേ മാറിയാണ്. പക്ഷേ ആ സ്ക്രിപ്റ്റ് വളരെ വീക്കായി. എസ്പെഷ്യലി ഞാൻ ഈ പറഞ്ഞ പോലെ ഡയലോഗുകൾ വളരെ ഓർഡിനറി ആയിട്ടുള്ള ഡയലോഗുകളാണ് പടത്തിലുള്ളത്. പിന്നെ എഡിറ്റിങ്, സിനിമാറ്റോഗ്രാഫി, അതൊന്നിനെക്കുറിച്ചൊന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. എല്ലാം ഗംഭീരമായിട്ടുള്ള സാധനമാണ്. എഡിറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് മാത്രം ഒരു 3 മണിക്കൂർ 15 മിനിറ്റ് എന്നുള്ളത് കുറച്ചൊന്ന് കുറയ്ക്കാൻ വരുന്നു. പക്ഷേ അത് അവതാർ സീരീസിലുള്ള എല്ലാ പടങ്ങളും ഏതാണ്ട് 3 മണിക്കൂറിനും 3.25 മണിക്കൂറിനൊക്കെ ഇടയ്ക്ക് റണ്ണിങ് വരുന്ന പടങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ആ ലൈൻ മെയിൻറ്റെയിൻ ചെയ്തായിരിക്കാം. എന്തായാലും തിയേറ്ററിൽ കാണാൻ വളരെ വെർത്തായിട്ടുള്ള ചിത്രമാണ്. നമ്മുടെ പൈസ വസൂലെന്ന് പറയാനുള്ള സിനിമയാണ്. സിനിമ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ പൈസ പോയില്ല, ഞാൻ കയറണ്ടായിരുന്നല്ലോ എന്ന് നമുക്ക് തോന്നൂല. കാരണം വിഷ്വലി കാണാനുള്ള സാധനങ്ങളെല്ലാം പടത്തിലുണ്ട്. ക്യാരക്ടേഴ്സിനെ പിന്നെ ഈ വിഷ്വൽ എഫക്ട്സിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നതൊക്കെ ഗംഭീരമായിട്ടുള്ള സാധനമാണ്. പക്ഷേ കുറച്ച് ലതാർജിക്കായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തിരിക്കാം. കാരണം ഇത് 3.25 മണിക്കൂറുണ്ട്.
പിന്നെ ഈ എലിവേഷൻ സീൻസുകളൊക്കെ ഇച്ചിരി കുറവാണ്. ഈ ക്യാരക്ടേഴ്സിന് ഭയങ്കര മാസ് എലിവേഷനൊക്കെ കൊടുക്കുന്ന സീനൊക്കെ ഒരു ഇച്ചിരി കുറവാണ്. എന്നാലും കണ്ടിരിക്കാം, നല്ല ചിത്രമാണ്. 10 വയസ്സിന് മേലെയുള്ള കുട്ടികളെ മാത്രം തിയേറ്ററിലേക്ക് കൊണ്ടുപോകുക. കാര്യം അതിൽ താഴെയുള്ള കുട്ടികൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതിനേക്കാളും കൂടുതൽ വയലൻസും മറ്റു കാര്യങ്ങളുമൊക്കെ സിനിമയ്ക്കകത്ത് ഉണ്ട്. പക്ഷേ ചില കുട്ടികൾ വളരെ അവതാറിൻ്റെ ഫാൻസ് ആയിരിക്കും, മേ ബി അവർക്കും ഒക്കെ ആയിരിക്കാം. പക്ഷേ എൻ്റെ റെക്കമെൻഡേഷൻ 10 വയസ്സിന് മുകളിലുള്ള കുട്ടികളെ കൊണ്ടുപോവുക എന്നുള്ളതാണ്. പക്ഷേ ഫാമിലി ആയിട്ടൊക്കെ നമുക്ക് പോയി കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന, വീക്കെൻഡൊക്കെ കാണാൻ പറ്റുന്ന, ക്രിസ്മസിനൊക്കെ കാണാൻ പറ്റുന്ന അടിപൊളി പടമാണ്. എന്തായാലും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻസിൽ പറയുക. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിരിക്കും. ബൈ.